ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ കൊട്ടക്കമ്പൂരില ഔട്ടർ നെസ്റ്റിൻ്റെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് നേരെ പോണത് നമ്മളുടെ കുഞ്ഞിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായില്ലേ, മറ്റേ അഭിമന്യുടെ കസിൻ പാർത്ഥിപൻ, അവൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവൻ ഇന്നലെ നമ്മളെ കെയർ ചെയ്ത് മടുത്തവന് അമ്മാതിരി കെയറിങ്ങായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൻ രാവിലെ തുടങ്ങിയിരുന്ന് ചപ്പാത്തി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് വേണം ചപ്പാത്തിയൊക്കെ തിന്ന് തീർത്താലേ വീടുള്ളൂ എന്ന് പറഞ്ഞിരിക്കണം അവൻ. അപ്പോൾ നേരെ പോകുന്നത് പാർത്ഥിവൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആദ്യം ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് നടന്ന് കയറണം. കാർ പാർക്ക് ചെയ്തേക്കണം അവിടം വരെ. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇതല്ലട്ട കാറ്, ഇതിൻ്റെ പുറകിലാണ് കാർ ഇട്ടേക്കുന്നത്. അവന്മാരും എത്തിയിട്ടില്ല. ഈ കയറ്റം കയറി വേണം വരാനായിട്ട്. വരട്ടെ, കമോൺ എവരിബഡി. ബാക്കി കണ്ടുപോകുന്നേ. ആ പോരട്ടെ. എന്തായാലും ഇവനെ കാണാൻ രസമുണ്ട് കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു ന്യൂളെന്നല്ല പറഞ്ഞ. ഹായ്, എന്താണ് ഒരു എക്സ്പ്രഷൻ സാധിക്കുന്നത്? ആഹാ, കാലിൽ കെട്ടിട്ടാണല്ലേ, വെറുതെ വേണം കണ്ടിക്കണം. അപ്പോൾ നേരെ എല്ലാവരും കാറി കയറി നേരെ പാർത്തറ വീട്ടിലേക്ക്. പാർത്തറ വീട് കൊട്ടക്കമ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉറുവിയിലേക്ക് പോയപ്പോൾ ഒരു വില്ലേജ് ഉണ്ടായിരുന്നില്ലേ, ആ വില്ലേജിലാണ് പാർത്തിയുടെ വീട്. പുള്ളി ഇപ്പോഴും ചപ്പാത്തി നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. എന്ന് നോക്കാം ചപ്പാത്തി തീർന്നില്ല. സമയം ഇപ്പോൾ 12:15. ഇനിയിപ്പോൾ ചപ്പാത്തി മാറ്റിയിട്ട് അവനെ കൊണ്ട് ചോറുണ്ടായിക്കാം. ഇതേ പാർത്തി വിളിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, ആ പാർത്തി അവിടെ ഇപ്പോഴല്ല പോസ്റ്റ് അവിടെ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർത്തി ഉണ്ട്. നമ്മൾ കൊട്ടക്കമ്പൂരിലെത്തിയിരിക്കുകയാണ്. പാർത്തിയോടെ നമ്മളെ വീട്ടിൽ എത്തിക്കുന്നു. പാർത്തി അവനൊക്കെ സെറ്റ് ചെയ്തിരുന്നോ? ഇടിക്കാനാണോ? ഇടിക്കാൻ കുറച്ച് ആൾക്കാർ തെറ്റ് തീർന്നിട്ടുണ്ടോ? ചേട്ടാ, ഈ പാർത്തിയുടെ വീട് പാർത്തിനറിയാമോ? പുറകിലേക്ക് പോകണേ. ഓക്കെ, ശരിയാണ്. താങ്ക്സ് ചേട്ടാ. ചേട്ടന് ഇവിടെ കണ്ടൊരു പരിചയമുള്ളവര് പാർത്തിയെ പോലെ തന്നെ ഉണ്ടല്ലോ. പാർത്തി ആരെങ്കിലും സ്ട്രോബെറി ഫാമിലി കണ്ടു ചേട്ടനല്ലേ? ഓക്കെ, ശരിയാണ്. ഞാൻ അവിടെ വെക്കട്ടെ. അങ്ങനെ നമ്മൾ കൊട്ടക്കമ്പൂരിലെ പാർത്തിയുടെ വില്ലേജിലേക്ക് എത്തി. പാർത്തി അവിടെ ഇതല്ലേ കാണിച്ചത്? ഇതിനല്ലേ വീട്? അങ്ങനെ പാർത്തിയുടെ വീട്ടിലേക്ക്. ഇവിടെ ഒരു അമ്പലം. വലത് കാലം വെച്ച് കയറിക്കോ. ആ പാർത്തി, പിന്നെ ആ പഞ്ചവർണ്ണക്കില് ആ പാട്ടിന് അർത്ഥം എന്ന് പറഞ്ഞു തന്നെ. അവിടെ അമ്പലമുണ്ട്. അവൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ നായാട്ടം എന്ന് പറഞ്ഞ ഫിലിം ഒട്ടുമിക്ക ഷൂട്ടിങ് ഇവിടെ തന്നെ ആയിരുന്നു. ആ ഇതേ അവിടെ മൈനേക്ക് നോക്കി. ശരി, ഇവിടെ ഒന്നും മതിയായിരുന്നില്ല. ഇതാ അവിടെയാണ് നമ്മുടെ ക്യാമ്പിൻ്റെ അടിയിൽ തന്നെ ആയിരുന്നു. ഇതിൻ്റെ താഴത്ത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ. കയറ്. അങ്ങനെ പാർത്തറ വീട്ടിലേക്ക് നമുക്ക് വലുതാലം വെച്ച് കയറാം. ഓ എൻ്റെ സാറേ, ഇന്ന് ഇറങ്ങ സാറേ. കുഴപ്പമില്ല. ചെറിയ 2 അബദ്ധങ്ങളാണ് പറ്റിയത്. ഒന്ന് പാർത്തിയുടെ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴേക്കുമാണ് ഞാൻ പറഞ്ഞത് സ്ട്രോബെറി ഫാമിലേക്ക് പോകാമെന്ന്. പിന്നെ രണ്ടാമത്തെ അബദ്ധം എന്ന് പറഞ്ഞെങ്കിൽ കാറ് ഓഫ് ചെയ്തിട്ടില്ല. ഇത്ര നേരം ഇട്ടു. ഇപ്പോഴാണ് കാർ ഓഫ് ചെയ്ത്. കൊള്ളാം. അപ്പം എങ്ങാടാണ് ഫാം? അങ്ങോട്ട്. പിന്നെ എന്തിനാ അങ്ങാട് പോണത്? ആ, ഇവന്മാര് നല്ല കൂർക്കം വലിയായിരുന്നു പിടിച്ചപ്പോ. നമ്മുടെ ക്യാമറക്ക് എന്തോ ഒരു ചെറിയ തകരാറ്, ഇടയ്ക്ക് ഓഫായി പോകുന്നു. അപ്പോൾ ചാർജിലെടുത്തുനിന്ന് കുത്തി. എന്താ സംഭവം നോക്കട്ടെ. അപ്പോൾ പാർട്ടിയും ബാക്കി ടീംസും അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഒന്ന് കാറ് വരെ പോയിട്ട് ചാർജ് എടുക്കാൻ വേണ്ടി പോകാം.
അപ്പോൾ ഇതാണ് കൊട്ടക്കമ്പൂർ വില്ലേജ് ഒന്ന് മര്യാദ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ആദ്യം പാത്തിട അനിയൻ്റെ ഫാമിലേക്ക്. സ്റ്റോപ്പ് ക്ലിയറൻസ്, അനിയൻ്റെ ഫാം ക്ലിയറൻസ്. കമോൺ. നാടൻ കോഴിക്കുളമ്പ്, നാടൻ കോഴിക്കുളമ്പാണ് ഉച്ചക്ക്. ഞാൻ നോമ്പായതുകൊണ്ട് നാടൻ കോഴിക്കുളമ്പൊന്നും കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് രസം, സാമ്പാർ, ഗ്രീൻ പീസ് കറി. ഈ സൈഡാണ് നമ്മുടെ ഫാം അല്ലേ? താഴത്ത് ആ താഴത്ത് തന്നെ. ഓക്കെ, അത് നമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഉറുവിയുടെ ക്യാമ്പിന്റെ സ്ഥലത്തേക്ക് നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? ഇത് ഗ്രീൻ പീസ് അല്ലേ? ഇത് ഈ കാണുന്നത്? ഓക്കെ, ഗ്രീൻ പീസിന്റെ കൃഷിയാണ് കാണുന്നത്. ആ ഇപ്പുറത്തെ എടുത്തത് ഇതെടുക്കാനുള്ളത്. ഓക്കെ, ആ ആ അത് കടുക് തെറിയും മണ്ണേ, ഇവങ്ങൾക്ക് തെരിയാത്. പഞ്ചവർണ്ണക്കിളിയെ കാണിച്ചത്, പഞ്ചവർണ്ണക്കിളിനെ കാണിച്ചു എന്നിട്ട് പോയാ പാർട്ടി. കുഞ്ഞിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് കുഞ്ഞി പാർട്ടിയുടെ ബൈക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ അല്ലേട്ടാ, ഫ്രണ്ടിൽ തന്നെ അല്ല പുറകിൽ തന്നെയാണ്. കുഞ്ഞിന്നേരം ഇവിടെ നാട്ടുകാരനെ പോലെ തന്നെ ഉണ്ടെങ്കിൽ அண்ணா அந்த வரைக்கும் ஒரு லிஃப்ட் கொடுக்க முடியுமா அண்ணே? அண்ணே அண்ணே எங்க போயிட்டு இருக்க அண்ணே? இந்த பக்கம் என்ன என்ன இருக்கா அண்ணே? பாக்குறதுக்கு ஏதாவது இருக்கா அண்ணே? இங்க இருக்கும், ആരും ഞണ്ട് இருக்கும். അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഇടക്കിടക്ക് പഞ്ചവർണ്ണക്കിളി പറയണത്. അതിന്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഇന്നലെ ആ കുഞ്ഞി അബദ്ധത്തിൽ പഞ്ചവർണ്ണ കിളി നീ ആ പാട്ടൊന്ന് പാടി. പാർത്തി ഒരു അരമണിക്കൂർ ആ പാട്ടിന്റെ അർത്ഥം. പണ്ഡിതനാണ് ഇദ്ദേഹം, അരമണിക്കൂറാണ് അതിന്റെ അർത്ഥം പറഞ്ഞത് പഞ്ചവർണ്ണ കിളിയുടെ. അതുകൊണ്ടാണ് ഇടക്കിടക്ക് പാർത്തിയെടുത്ത് വീണ പഞ്ചവർണ്ണ കിളിയുടെ അർത്ഥം പറഞ്ഞിരുന്നുള്ളത്. ഈ അമ്പലം ഓർമ്മയുണ്ടോ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമ്മ ഉറുവിയിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റോപ്പ് പോയിന്റ് ആയിരുന്നു. അവിടെ കുറച്ചും കൂടി അങ്ങ് പോകുമ്പോഴേക്കാണ് ഉറുവിയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ നമ്മ ഉറുവിയിലേക്കല്ലട്ടാ പോണത്, തൊട്ടയ്യത്തുള്ള ആ വെള്ളച്ചാട്ടം. നേരത്തെ പോയ വെള്ളച്ചാട്ടമില്ലേ, ആ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഉത്ഭവസ്ഥാനം. നമ്മുടെ ഫാമിൽ നിന്നാണ്. ഓ ഫാമിൽ നിന്നാണ് വെള്ളച്ചാട്ടം തന്നെ കേട്ടാ. ആ പറഞ്ഞ പിന്നാലെ വേണ്ട നീ പിന്നെ തുടങ്ങല്ലേ. ഇതാക്കാണെന്നാണ് നമ്മുടെ പാർട്ടിയുടെ ബ്രദറിന്റെ സ്ട്രോബെറി ഫാം. നമ്മൾ നേരത്തെ അന്ന് പോയ ഉറുവിയുടെ സെയിം വഴി കൂടി തന്നെയാണ് പോകുന്നത്. ഉറുവിയുടെ ബോർഡും പോയോ ഇവിടുത്തെ? കിടക്കണം അപ്പുറം. നേരത്തെ ഉറുവിയുടെ ബോർഡുണ്ടായിരുന്നു. അവിടെ ഉണ്ട്, അത് കാണാനും കൂടി ഇല്ല. ആ ബോർഡാണ് നോക്കി നിർത്താൻ പറഞ്ഞല്ലേ. അവര് പോയാ പുള്ളിയുടെ ആംബുലൻസ് ഓടിക്കാൻ വന്നായിരുന്നു. എന്നിട്ട് ഈ കുഴപ്പമൊന്നും വെച്ചില്ലേ, ഹെൽത്ത് സെന്ററിൽ പണിയെടുക്കുമായിരുന്നു നേഴ്സായിട്ട്. ആംബുലൻസിൽ കയറി പോയി ഇപ്പൊ ഒരുമിച്ചായല്ലേ? ആംബുലൻസ് ഡ്രൈവറിന്റെ കൂടെ തന്നെ ഇപ്പൊ മൊബൈൽ ആംബുലൻസ് വർക്കാണ് ഇപ്പൊ നേഴ്സ്. ആംബുലൻസ് ഓടിക്കുന്നു. And we are entering to the farm, the strawberry farm of Parthi's brother. യെസ്, അത് പാർട്ടിയുടെ ഫാദറാണ്. ഓക്കെ, ആ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ഫാദറാണ്. ഇതാണ് സ്ട്രോബെറി ചെടികൾ. അപ്പുറത്തെ ഫാമിലേക്ക് വീഴാതിരിക്കാനല്ലോ പറഞ്ഞത്. ഇത് നമ്മുടെ ചെയ്തിട്ടില്ല. അത് അപ്പുറ അനിയന്റെ, അതായത് നമ്മുടെ ചിറ്റപ്പന്റെ അപ്പുറത്തെ ഫാം. ഓക്കെ, നിങ്ങൾ താഴെ കണ്ടില്ല വാട്ടർഫോൾസ്? ഇതാണ് പാറ. ഇവിടെ നിന്നാണ് പറഞ്ഞത്. ഓക്കെ, അതല്ല ഇതിന്റെ കറക്റ്റ് ചെടിയുടെ അത് ആ കാണുന്ന പോലെ ക്യാമ്പല്ല വീടാണത്. ക്യാമ്പ് തന്നെയാണ്. ഓക്കെ, വണക്കം.
അങ്ങനെ നമ്മുടെ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ അങ്ങോട്ട് വരണോ? ഓ, ഒരു വിധത്തിലാണ്ടിൻ്റെ മേലെ കയറി ഞാൻ അങ്ങോട്ട് വരാം. ഇവന്മാരി തെങ്ങാട് പോണി കാറ്റിനോടൊക്കെ പോണ്ട്. തെങ്ങാട് അതെ, ഒരു കൈ ക്യാമറയാണ്, ഞാൻ മുന്നിൽ കുത്തി വീഴണം. വന്യ ഓക്കേ. ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യണല്ലേ? ഓക്കെ, രണ്ടരിയും ജോയിന്റ് ആയിട്ടാണ് വരുന്നത്. മൺസൂൺ സീസണിലുള്ള വെള്ളച്ചാട്ടം വരുള്ളൂ. സ്റ്റോക്ക് ക്ലിയറൻസിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടും കുറെ സ്ട്രോബെറിയും തുടങ്ങി. ഇവിടുത്തെ സ്ട്രോബെറി ആയതന്നെ ഉള്ളൂ. നമുക്ക് അടുത്ത ആഴ്ച വരേണ്ടി വരും ഇവിടുത്തെ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാനായിട്ട്. അതെ, അടുത്ത ആഴ്ച വരേണ്ടി വരും. അടുത്ത ആഴ്ചത്തേക്ക് ആവുള്ളൂ ഇവിടെ. അപ്പൊ ഇതാണ് പാർട്ടിയുടെ അല്ലല്ലേ, ആരുടെയോ ഗ്രീൻ പീസ് തോട്ടം പാർട്ടി കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. എനിക്ക് കയറി പറിച്ചോളാണ്ട്. പഞ്ചവരത്തല്ല, പഞ്ചവരക്കിളി. അത് നമ്മ പാർട്ടിയുടെ ഫാമൊക്കെ കണ്ട് കുറച്ച് മേളിലേക്ക് ഇവിടെ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ സ്റ്റേ ചെയ്യാനൊന്നുമല്ല, ചുമ്മാ നോക്കാനായിട്ട് എൻ്റെ അവസ്ഥയാണ്. അവസ്ഥ നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യും. പിന്നെ പാർട്ടി കുറച്ച് പ്രോമിസസ് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇവന്മാരില്ലാതെ ഞാൻ ഒറ്റക്ക് വരുമ്പോൾ നമ്മൾ ക്ലാവര എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, എസ്കേപ്പ് റൂട്ട്, അതായത് വട്ടവടയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്ന, മന്നവന്നൂർ വരെ പോകുന്ന ഒരു റൂട്ടുണ്ട് ഇവിടെ. അത് കുറേ വർഷങ്ങളായിട്ട് അടച്ചിട്ടാണ്. അപ്പോൾ അതിലേ കൂടി നടന്നു പോകാനുള്ള ഒരു അവസരം നമുക്ക് പാർട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് വട്ടവട മര്യാദക്കൊന്ന് ചുറ്റി കാണിച്ചു തരും. ഇപ്പോഴല്ല കേട്ടാ, പിന്നെന്താണ് അത്രയൊക്കെ ഉള്ളു. പിന്നെ കൊട്ടക്കമ്പൂരിൽ എന്താ ഫേമസ് എന്ന് ചോദിച്ചപ്പോൾ വാർത്ത പറഞ്ഞു ഞാനാണെന്നുള്ള ഫേമസ്. അതെ, വട്ടവടയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെജിറ്റബിൾസ് ഓർഗാനിക്സ് ആണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല, വെള്ളം മാത്രം. ബാക്കി എല്ലാ ഇവിടുത്തെ ക്ലൈമറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ എന്ത് സാധനമാണ്, തക്കാളി ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും എല്ലാത്തിനും ഭയങ്കര മധുരവും ഭയങ്കര ജ്യൂസിയാണ് ഇവിടുത്തെ വെജിറ്റബിൾസ്. ഓക്കെ, അപ്പോൾ ക്യാമ്പിനോട് ഇന്നലെ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടൊരു ക്യാമ്പാണ്. അപ്പോൾ ഞാൻ ചുമ്മാ വാർത്തയെടുത്ത് ചോദിച്ചു ഈ ക്യാമ്പിൻ്റെ അവസ്ഥ ഒന്ന് കാണണമെന്ന്. അപ്പോൾ എന്തത് ആ കാണുന്നതാണ് നമ്മ അവിടെ ഔട്ടർ നഷ്ടീന്ന് കണ്ട ക്യാമ്പാണിത്. ഇത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു അവിടുത്തെ ആ ഒരു സ്ട്രക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്ട്രക്ചർ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയ ഒരു തറവാട് സെറ്റ് പോലെയൊക്കെ. അപ്പോൾ കാരണം പാത്രത്തിൽ ചോദിച്ചായിരുന്നു ഞാൻ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അത് കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി തന്നു. പാർട്ടിക്ക് ഒരുപാട് നന്ദി. വാവ്, നൈസാണ്ടോ, ഒരു 360 വ്യൂവിൽ മൗണ്ടെയിൻസ്. ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ. ഇവിടെ പുല്ല് മുളച്ചിട്ടില്ല എന്നുള്ളൊരു സീൻ മാത്രമേ ഉള്ളൂ. ബട്ട് ലുക്സ് റിയലി നൈസ്. നൈറ്റ് ആകുമ്പോഴേക്കും ആയിരിക്കുള്ളൂ പൊളി. കൊള്ളാം. എന്താ ക്യാമ്പിയുടെ പേരെന്നത്? ഒറിജിൻ സോയിൽ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഇന്നലെ അവിടെ ഔട്ടർ നെസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഈ ക്യാമ്പ് കണ്ടപ്പോഴേക്ക് ഞാൻ പാർത്തിലെത്തി ചോദിച്ചായിരുന്നു. അങ്ങനെ വന്നതാണ്. നമ്മളിത് ഒരു കൺസെപ്റ്റ് ആയിരുന്നു, ഒരു 4-കെട്ട് കൺസെപ്റ്റ്. അത് അങ്ങനെ കണ്ടപ്പോഴേക്കും ചോദിച്ചു. ഫുൾ മഡ് കൊണ്ട് തന്നെ, മണ്ണും മരവും മാത്രം. ഓക്കെ, മണ്ണും മരവും. നൈസ്. 360 വ്യൂ മൗണ്ടെയിൻസ്. ലുക്സ് റിയലി കൂൾ. ഓക്കെ, ക്യാമ്പിൻ്റെ ചുറ്റിനും ഫാമാണ് കേട്ടോ. ഇവിടെ മറ്റേ ഇത് ഗ്രീൻ പീസ് ആണെന്ന് തോന്നുന്നു. ഗ്രീൻ പീസാണ്.
ഫുള്ള് മഡ് ആൻഡ് വുഡ് മാത്രം, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒരു ഈ ക്യാമ്പിന് വേണ്ടി. ഒറിജിൻ സോയിൽ അതാണ് ഈ ക്യാമ്പിൻ്റെ പേര്. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ നമ്മളിവിടെ നിൽക്കും. എന്താ കുഞ്ഞി, നിങ്ങൾക്ക് നാളെ പോയാൽ പോരെ ബാംഗ്ലൂർ? ആ ഓക്കെ, എനിക്ക് ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് പ്ലേസ്. നമ്മ ഔട്ടർ നെസ്റ്റ് ദേർ, അവിടെ എവിടെ കണ്ടൊക്കെ ഇരുന്നു ഔട്ടർ നെസ്റ്റ്. ആ യെസ് യെസ് ദേർ. അപ്പോൾ അവിടെ നിന്ന് നമ്മ ഇന്നലെ ഈ ഇവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പാർത്തിടത്ത് ചോദിച്ചത്. എന്തായാലും അകത്തുനിന്ന് കയറി നോക്കട്ടെ. അങ്ങനെ നമ്മ ഇവിടുത്തെ ക്യാമ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒറിജിൻ സോയിൽ എന്നാണ് ഇവരുടെ ഈ പ്രോപ്പർട്ടിയുടെ പേര്. എന്തായാലും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ എന്തായാലും പാർത്തിട വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മ ഇന്ന് ഈ സ്ഥലത്താണ് സ്റ്റേ. അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. ഇപ്പം നേരെ പാർത്തിട വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അവന് 2 ആട്ടും കൊടുത്തിട്ട് വരാം. ഇന്നലെ അവനെ കുറേ സഹിച്ചാൽ നമ്മ. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പണി. അപ്പോൾ ആർത്തി ബൈക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി. അവൻ ആ തോട്ടത്തിലേ സ്പ്രിംഗ്ലർ ഓപ്പൺ ആക്കിയിട്ടേക്കാനുണ്ട്. ആ ഓക്കെ, വെള്ളം കയറിയാൽ ചീഞ്ഞു. എന്താ നടക്കാം നേരെ തിരിച്ച് പാർത്തിയുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മ ഈ ഒറിജിൻ സോയിലിലേക്ക് ഉടനെ തന്നെ വരും. ആദ്യം പാർത്തിയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഒറിജിൻ സോയിലിന്റെ വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. എടി ഇങ്ങനെ നടക്കട ഇറക്കോങ്കിലും നടക്കട കുഞ്ഞി പിന്നെയൊക്കെ കൊണ്ടുണ്ടല്ലോ. നമ്മൾ തിരിച്ച് കൊട്ടക്കൊമ്പൂരിലെത്തി പാർത്തിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആണോ കരച്ചില്? പറഞ്ഞ കണ്ടപ്പോ തന്നെ പിള്ളേർ കരച്ചിലാണല്ലോ. നീ എറണാകുളത്തേക്കോ മസാല തേച്ച് 2 മിനിറ്റ് മതി. ഫ്രൈ ആൻഡ് ഫ്രൈ. ഞാൻ കുളിച്ചിട്ട് തോർത്തപ്പോ തന്നെ നേരത്തെ പോവാടെ. KRR 1996 RRP. എന്താ RRP? KRR RRP ഒക്കെ ഉണ്ട് പാർട്ടി പേരാണോ? TMRR TMRD ആൾക്കാർ ഇൻഷുറൻ. ആദ്യത്തെ ചിലപ്പോ ഓ TMRD. ഓക്കെ, അവസാനം നിൽക്കുന്ന സാധനമില്ലേ, അത് ഇവിടെ ഈ ഗ്രാമത്തിലോട്ട് ആദ്യം വന്ന പെണ്ണ്. ഈ ഗ്രാമത്തിൽ ആദ്യം കുടിയേർത്ത, അതായത് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതില് ഒരാണും പെണ്ണ് വന്നേക്കുന്നത്. അതിന്റെ പെണ്ണത് അവർ താമസിച്ച സ്ഥലമാണിത്. അതായത് അതിന്റെ ഒരു ഇതായിട്ട് ഓർമ്മയ്ക്കായിട്ടാ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അമ്പലം ഉള്ളത് ഈ ഭാഗത്ത്. ഇതമ്പലം അതിന്റെ ഒരു ഇതായിട്ട്. ഓക്കെ, കൊട്ടക്കൊമ്പൂരിൽ ആദ്യമായിട്ട് താമസിച്ച കപ്പിൾസിന്റെ ഓർമ്മക്കായിട്ട് പണിത് വെച്ചേക്കുന്ന സംഭവം. ഇത് ഈ കല്ലില്ല, അതാണ് പുറകിലുള്ളതല്ല ഈ കല്ല്. ഓക്കെ, ഫൈൻ ഫൈൻ. കുഞ്ഞു പണി തുടങ്ങിയില്ല, 1000 വർക്ക് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പാർത്തിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പാർട്ടിയുടെ ഓൺ പ്രൊഡക്റ്റ്. അങ്ങനെ പാർത്തിയുടെ വീടിൻ്റെ അകത്തെത്തി. പുറത്തത്തെ വീടില്ല, ഒരു ചൂടും അകത്തില്ല, അകത്ത് നല്ല തണുപ്പ്. നമുക്ക് എവിടെ ചെന്നിട്ട് ബാംഗ്ലൂരിൽ മീറ്റിംഗ് ഉണ്ടോ? ടോയ് ഷോപ്പിൽ കയറിയ പോലെ ഉണ്ട്, ഫുള്ള് ടോയ്സാ. ലീവാണ് ഇന്ന് നാളെ സാറിന് വിളിച്ചോട്ടെ. അക്കാഡമിക്സ് അപ്പൊ ഈ പഞ്ചാവറക്കില്ലിയുടെ മോളുടെ പേര് അരുവിന്നുണ്ടാ. ഓ മാമ, ഫുഡ് വന്നപ്പോഴേക്കും വീഡിയോ എടുക്കണത് വിട്ടുപോയി. അതുകൊണ്ട് പകുതി തീർന്നു. ആ തിന്നട സഞ്ജു അങ്ങട് അപ്പൊ നോമ്പില്ലാത്ത ആർട്ടിസ്റ്റുകൾക്ക് ചപ്പാത്തി മുട്ടക്കറിയും, എനിക്ക് സ്പെഷ്യൽ ചപ്പാത്തി വിത്ത് വൻപയർ ആൻഡ് കിഴങ്ങ് എല്ലാം എങ്ങനെയുണ്ട്? അടിപൊളി കുഞ്ഞി. മെയിൻ ഷെഫ് മാർക്കർ ഞാനും പാർട്ടിയും കൂടി ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുമ്മാ അല്ല, നൈറ്റ് ഡിന്നറിന്റെ സെറ്റപ്പിന് വേണ്ടി ഇവിടെ അടുത്തൊരു ചിക്കൻ കടയുണ്ട്. അപ്പോൾ ആ ചിക്കൻ മേടിക്കാൻ വേണ്ടി ഞാനും പാർട്ടിയും കൂടി മീൻ വന്ന സഞ്ജു ഉണ്ട് കൂടെ.
ചിക്കൻ അല്ലേ? ചിക്കൻ ആയതുകൊണ്ട് കോഴി ആയതുകൊണ്ട് കോഴിക്കേസ് ആയതുകൊണ്ട് നമ്മൾ പെടുന്നല്ലേ. യെസ്, നമ്മുടെ ചിക്കൻ സ്റ്റോൾ എത്തി. ന്യൂ അബി ചിക്കൻ സ്റ്റോൾ. ഇവിടെ മുട്ടയുണ്ടോ? ചെറു ഓ, ഇവിടുത്തെ കാണാനൊക്കെ ഒഴുക്കുണ്ടോ? ഇല്ലേ? 280. ആടുക കരിയാ വരും 280. അതായത് ഇറച്ചിയായിട്ട് ഓക്കെ. അല്ലെങ്കിൽ കോഴിയായിട്ട് എടുക്കാം. കോഴിയായിട്ട് എടുത്ത് കട്ട് ചെയ്യാൻ പറയാം. ഇല്ല, ഇറച്ചിയായിട്ട് മതി. നോറിസ് ഒരു കോഴിയായിട്ട് എടുക്കുന്ന ഇറച്ചിയായിട്ട് കിലോ 250. ആ, 1 കിലോ മേടിച്ചാൽ പോരെ? നേരെ എന്ത് തീറ്റാണ് നമ്മള് എങ്ങനെയാണ് നമ്മള് 1 കിലോ മതിയോ? തികയോ? കുറച്ച് വറക്കാം. ആ, ഏറ്റവും ചിന്നതായില്ലേ? ചിന്നത് കൊടുത്താൽ മതി. ഇവന്മാരെ അധികം തിന്നണ്ട. ഉള്ളത് 2-3 കോഴിയേ ഉള്ളൂ. ആ, എന്നാ അതിലുള്ളതിൽ ചെറുത് നോക്കി എടുത്തു. 4 3 പേരുള്ളൂ. അല്ല, അത് വലുതെടുക്കാൻ. അപ്പൊ വലുതന്നെ എടുക്കാം. നാളെ തന്നെ കോഴി വരും. വളരെ നോക്കി എടുക്കാം. 3 കോഴിയേ ഉള്ളൂ. ആ, മുറ്റ അതുള്ള അതിനെടുത്തു. നാടൻ തരും. അതാണെങ്കിൽ മറ്റേ പറഞ്ഞ അതാണ് ഇർക്ക്. കാരനാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ചിക്കന്റെ ജീവൻ പോയിരിക്കുകയാണ്. ഇതിനെ കൊന്നിട്ടാണ് ഈ ബദൂരികള് കഴിക്കാൻ പോണത്. അത് തലയിഞ്ഞിക്കണ്ട. നീ എനിക്കൊരു ചോദ്യം, ഇത് കൊല്ലാൻ പറയുന്നില്ല, കൊല്ലണ്ടെന്ന് നിങ്ങക്ക്? തിന്നടാ, തിന്നെ. ബാബു എങ്ക അതെ, നമ്മുടെ പാത്തിയുടെ അമ്മാവൻ നമുക്ക് കുറച്ച് സാധനം തന്നു. എന്താന്ന് മനസ്സിലായ? മുളകല്ലട്ടത് ഗ്രീൻ പീസ്. ഇവിടുത്തെ ഗ്രീൻ പീസ് നമുക്ക് വേറെ പച്ചക്ക് കഴിക്കാം. നല്ല മധുരമുള്ള ഗ്രീൻ പീസാണ് ഇവിടുത്തെ. നമ്മളവിടുത്തെ ഗ്രീൻ പീസ് പോലെ ചവച്ച് മേലെ ചുറ്റിയൊക്കെ അടിച്ചൊന്നും പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളവിടെ പോലെ ചുറ്റിയൊക്കെ അടിച്ച് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വെറുതെ സിമ്പിളായിട്ട് കഴിക്കാം. ഇവിടെ തന്നെ കൃഷി ചെയ്താൽ നല്ല മധുരമുണ്ട് ഇവിടുത്തെ ഗ്രീൻ പീസിന്. ചിക്കനൊക്കെ മേടിച്ചു. കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. കാരണം നമ്മുടെ ക്യാഷ്യർ എത്തിയിട്ടില്ല. ക്യാഷ്യർ കോവിലൂരിലേക്ക് പോയേക്കാണ്. അപ്പൊ പഞ്ചവറ തത്തറ അമ്മാവന്റെ കയ്യിൽ നിന്നാണ് ചിക്കൻ മേടിച്ചത് കൊണ്ട് പുള്ളി പറഞ്ഞ് പൈസ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു ഞങ്ങളെ. ഹായ്, ഹലോ. ആ, കാറ് മാറ്റി പറിക്കാം. കുഞ്ഞ് കണ്ടതാ ബൈക്കിന് പോണത്. കുഞ്ഞ് ഇവിടെ നാട്ടുകാരനാ. ഇത് കൊട്ടക്കമ്പൂരില ഏതോ പെരിയവരായിട്ടുണ്ട് കുഞ്ഞിപ്പ. അത് നടപ്പാനായിട്ട് അങ്ങനെ പോണ. അപ്പോൾ പാർട്ടിക്ക് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ വീഡിയോയുടെ പാർട്ടിയുടെ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.